ഇപ്പോഴത്തെ പിള്ളേർ ഒരുപാട് പേര് വളരെയധികം റഫ് ഡ്രൈവിംഗ് ആണ്. പ്രത്യേകിച്ചും ബൈക്ക്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജെൻ ബൈക്കുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഭയങ്കര സ്പീഡും അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള വണ്ടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടികളെല്ലാം പ്രോബ്ലം ഉള്ള വണ്ടികളാണ്. അത് ഒരുപാട് ആക്സിഡൻറ്റ് നമ്മൾ ഡെയിലി പത്രങ്ങളിൽ കാണുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ് മരിക്കുന്നത്. ചെറുപ്പത്തിലെ അവരുടെ ജീവിതം ഈ ഒരു ഡ്രൈവിംഗ് മൂലം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്കെല്ലാം വിഷമമുള്ള കാര്യം. എൻ്റെ മകനൊക്കെ ഇരിക്കുന്നു, അവനും കൂടി കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. നാളെ ഇവനും ബൈക്കൊക്കെ ഓടിക്കേണ്ടതാണ്, കാർ ഓടിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി വണ്ടി ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു, അല്ലെങ്കിൽ ചാനലിൽ കണ്ടു, കോളേജിൽ എന്തോ കോമേഴ്സ് ഡേയുടെ എന്തോ പ്രോഗ്രാമിന് വണ്ടി ഓടിച്ച് 2 പയ്യന്മാർ ജീപ്പിൽ നിന്ന് തെറിച്ച് വീഴുന്ന വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതൊക്കെ ഓക്കെ. ഞാനും എൻ്റെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ കോമേഴ്സ് ഡേയുടെ ഇതിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു കവാസാക്കി വണ്ടിയായിരുന്നു. കവാസാക്കി വണ്ടിയിൽ ഞാൻ എൻ്റെ ഒരു ചുരിദാറൊക്കെ ഇട്ട് വിഗൊക്കെ വെച്ച് ഒരു പെണ്ണായിട്ടും എൻ്റെ ഭർത്താവായിട്ട് നമ്മുടെ ഗണേഷ് ഓലിക്കര എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു റൈറ്ററാണ്. അദ്ദേഹം കൊച്ചിനെയും കൊണ്ട് ബാക്കിലിരിക്കുന്ന ഒരു തീം, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ തീം. ഞങ്ങൾ അത് വെച്ചിട്ട് കൊല്ലം ചിന്നക്കട മൊത്തം ഇത് വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഒരു ഘോഷയാത്ര നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നമ്മുടെ കോളേജ് ലൈഫിലോ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിലോ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും നമ്മുടെ പ്രത്യേകിച്ചും പെൺ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഹീറോ ആകാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള റിസ്ക് എടുത്താവരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ മറ്റു കലാപരിപാടികളിലൂടെയൊക്കെ അച്ചീവ് ചെയ്ത് കാണിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, അപ്പോഴാണ് നമ്മൾ ഹീറോ ആകുന്നത്. അല്ലാതെ ബൈക്ക് കൊണ്ട് പറപ്പിച്ച് അവിടെ വീൽ ചെയ്യിപ്പിച്ച് മറ്റേ അതിനൊക്കെ പ്രൊഫഷണൽ ആൾക്കാർ വേറെ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് പോവുക. അത് പക്ഷേ അതിൻ്റെ സേഫ്റ്റി സൈഡെല്ലാം നോക്കിക്കൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർ പ്രൊഫഷണലായിട്ട് ഈ ബൈക്ക് റേസിംഗ് നടത്തുന്ന ആളുകളെന്ന് വെച്ചാൽ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് ടി വിയിൽ വരുന്ന അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഒരു സേഫ്റ്റിയും ഇല്ലാതെ ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദയവേത് അത്തരം അപകടങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ പോകാതിരിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഡ്രൈവിംഗ് പാഷനുള്ള ഒരാളായതുകൊണ്ടാണ് ഇത് പറയുന്നത്.